കേരയിൽ വരില്ല കേട്ടോ, പക്ഷേ പകരം ട്രെയിൻ വരും കേട്ടോ. ഇതാണ് കേരളം ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന പുതിയ വാർത്ത. വളരെയധികം വിവാദങ്ങൾ ഉണ്ടാക്കി, തർക്കങ്ങളിലേക്ക് പോയി, പ്രശ്നങ്ങളിലേക്ക് പോയി, ജനലക്ഷങ്ങൾ ബഹളമുണ്ടാക്കി, ആളുകളുടെ അടുക്കളയിൽ വരെ മഞ്ഞക്കുറ്റി കൊണ്ടിട്ട് പോലീസുമായി വലിയ തർക്കം നടന്ന് വലിയ ബഹളമുണ്ടായ കേരയിൽ പദ്ധതി, സിൽവർ ലൈൻ പദ്ധതി ഉപേക്ഷിച്ചിരിക്കുന്നു സർക്കാർ. പകരം ഇ ശ്രീധരൻ സമർപ്പിച്ചിട്ടുള്ള മെട്രോമാൻ ഇ ശ്രീധരൻ സമർപ്പിച്ച മനോഹരമായ ഒരു പദ്ധതി അവതരിപ്പിച്ചിരിക്കുകയാണ്. ഈ പദ്ധതി തിരുവനന്തപുരം പൂജപ്പുരയിൽ നിന്ന് തുടങ്ങി കണ്ണൂർ വരെ പോകുന്ന 33 മറ്റോ സ്റ്റേഷനുകളുള്ള ഒരു പദ്ധതിയാണ്. ഈ പദ്ധതിയുടെ ഏറ്റവും വലിയ പ്രത്യേകത സ്ഥലമെടുപ്പില്ല എന്നുള്ളത്. വളരെ കുറച്ച് സ്ഥലമെടുപ്പേ ഉള്ളൂ. അപ്പോൾ ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകില്ല എന്നുള്ളതാണ് പദ്ധതിയുടെ ഭാഗമായി പറയുന്നത്. ഡോക്യുമെന്റ് പുറത്ത് വന്നിട്ടില്ല, DPR പുറത്ത് വന്നിട്ടില്ല. അതൊരു രഹസ്യരേഖയൊന്നും അല്ല, എങ്കിലും പുറത്ത് വരും, പക്ഷെ ഇപ്പോൾ വന്നിട്ടില്ല. അതുകൊണ്ട് നമുക്ക് അതിനെ വെച്ച് പറയാൻ കഴിയത്തില്ല. പക്ഷേ എന്നാൽ ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നതനുസരിച്ച് ഇത് പരിസ്ഥിതി സൗഹൃദമായി, പരിസ്ഥിതി സൗഹൃദം എന്നൊക്കെ പറയുന്ന വാക്ക് ഈ സൗഹൃദമില്ല. കാരണം നമ്മൾ എന്ത് ചെയ്താലും പരിസ്ഥിതിക്ക് ദോഷം വരും. നമ്മൾ ഒരു കുന്നിടിച്ചാൽ, ഒരു വയൽ നികത്തിയാൽ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ, പക്ഷെ മിനിമം പരുക്ക്, അതേ പരിസ്ഥിതി സൗഹൃദം എന്ന് പറയാൻ പറ്റും. മിനിമം പരുക്ക് ഏൽപ്പിച്ചുകൊണ്ട്, അല്ലാതെ മാക്സിമം മുച്ചൂട് മുതിക്കുന്ന പരുക്കിലേക്ക് പോകാൻ പറ്റത്തില്ല. മിനിമം പരുക്ക് ഏൽപ്പിച്ച് വരുമ്പോൾ ഒരു സൗഹൃദമാക്കാം, അങ്ങനെ പറയാൻ പറ്റും. അല്ലാതെ എൻവയോൺമെന്റ് ഫ്രണ്ട്ലി എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഇല്ല. മുച്ചൂട് മുടിക്കുന്ന ആവാതിരുന്നാൽ മതി. അപ്പോൾ അങ്ങനെ ഒരു പരിസ്ഥിതി സൗഹൃദമായ ട്രെയിൻ വരുമോ, ഒരു ഹരിത ട്രെയിൻ വരുമോ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പറഞ്ഞു കേൾക്കുന്നതനുസരിച്ച് തിരുവനന്തപുരം നഗരത്തിൽ പൂജപ്പുരയിൽ തുടങ്ങുന്നത് നേരെ തിരുവനന്തപുരം എയർപോർട്ടിൽ പോകും. എയർപോർട്ടിൽ നിന്ന് കൊച്ചി എയർപോർട്ട് വഴി, കോഴിക്കോട് കരിപ്പൂർ എയർപോർട്ട് വഴി, കണ്ണൂർ എയർപോർട്ട് വഴി കണ്ണൂർ ടൗൺ വരെ പോകുന്ന ഒരു പാതയാണ്. ഏകദേശം 450 കിലോമീറ്ററോളം വരും. അതിൽ കൂടുതലും മുകളിൽ കൂടെ പിന്നെ തൂണുകൾ ഉണ്ടാക്കി, തൂണുകളിലൂടെയാണ് ഇത് പോകുന്ന ട്രെയിൻ. അപ്പം പണി നടക്കുന്ന സമയത്ത് ആളുകൾക്ക് ആ ഭൂമി ഉപയോഗിക്കാൻ പറ്റില്ല. പക്ഷെ പണിത് കഴിഞ്ഞാൽ പിന്നെ താഴെ ആളുകൾക്ക് വീടിന് താമസിക്കാൻ കൊടുക്കുമെന്ന് അറിയത്തില്ല. പക്ഷെ കൃഷിക്കും മറ്റാവശ്യങ്ങൾക്കും പ്രയോജനപ്പെടുത്താൻ അവർക്ക് തന്നെ ഭൂമി ആരിൽ നിന്ന് എടുക്കുന്നുവോ അവർക്ക് തന്നെ ഭൂമി തിരിച്ചു കൊടുക്കാൻ കഴിയുന്ന ഒരു എന്താണ് ഗീവ് ബാക്ക് പോളിസിയും കൂടി അതിനകത്ത് വരുന്നു എന്ന് കേൾക്കുന്നു. തിരുവനന്തപുരത്ത് 10-16 കിലോമീറ്റർ ദൂരം ഭൂഗർഭ അറയായിരിക്കുമെന്ന് കേൾക്കുന്നു. അപ്പോൾ അതിൻ്റെ വർക്കൊക്കെ നടക്കണം, എളുപ്പമല്ല, പണിയുണ്ട്. എന്തായാലും ഈ പദ്ധതി ഇ ശ്രീധരൻ കൊടുത്തതിന് ശേഷം 5 വർഷമാണ് പറയുന്നത് കാലയളവ്. ഇ ശ്രീധരന് നല്ല പ്രായമുണ്ട്. അദ്ദേഹത്തിന് 5 വർഷം കൂടി വളരെ ആരോഗ്യത്തോടെ അദ്ദേഹം ജീവിച്ചിരിക്കട്ടെ. 5 വർഷമല്ല, അദ്ദേഹം വളരെ ആരോഗ്യത്തോടെ എത്ര കാലം ഉണ്ടെങ്കിലും അദ്ദേഹം ജീവിച്ചിരിക്കട്ടെ. അപ്പോൾ എന്തായാലും അദ്ദേഹത്തിൻ്റെ കാലയളവിൽ തന്നെ ഇതിൻ്റെ പദ്ധതി തുടങ്ങുമെന്ന് ഉള്ളതാണ് ഇപ്പോൾ പോകുന്ന പോക്ക്. എന്തായാലും അതിവേഗ ട്രെയിൻ വരും എന്നാണ്. 2-3 മണിക്കൂർ കൊണ്ട് കണ്ണൂർ എത്താൻ കഴിയുന്ന അതിവേഗ ട്രെയിൻ വരും എന്ന് തന്നെയാണ് കേൾക്കുന്നത്. പക്ഷെ സർക്കാർ എടുത്തിട്ടുള്ള മറ്റൊരു സ്റ്റെപ്പിനെ അഭിനന്ദിക്കാതിരിക്കാൻ കഴിയില്ല. അത് വളരെ കൃത്യമായ സ്റ്റെപ്പാണ്. അതായത് പരിസ്ഥിതി രംഗത്തൊക്കെ നിന്ന് പ്രവർത്തിക്കുന്ന ശ്രീധർ രാധാകൃഷ്ണനെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് 4 അംഗങ്ങളുടെ ഒരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊരു വലിയ മൂവാണ്. കാരണം പരിസ്ഥിതി രംഗത്ത് നിൽക്കുന്നവർക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ പറയാനും അവരുടെ ആശങ്കകൾ കേൾക്കാനും അവരുടെ എൻവയോൺമെന്റൽ കൺസേൺ അറിയിക്കാനും ഈ പദ്ധതിയിൽ ഒരു ഭാഗമുണ്ടാവുന്നു. എല്ലാം നടപ്പിലാകുമോ എന്ന് നമുക്കറിയത്തില്ല. കാരണം കോടിക്കണക്കിന് രൂപ ആവശ്യമുണ്ട്, കോടിക്കണക്കിന് മെറ്റീരിയൽ ആവശ്യമുണ്ട്, വലിയ കൺസ്ട്രക്ഷൻ ആവശ്യമുണ്ട്. ഇതൊരു മെഗാ പദ്ധതിയാണ്. അപ്പോൾ അത്രയും വലിയൊരു മെഗാ പദ്ധതി വളരെ പരിസ്ഥിതി സൗഹൃദമായിട്ട് ചെയ്യുക എന്ന് പറയുന്നതിനകത്തും പ്രായോഗിക ബുദ്ധിമുട്ടുണ്ട്. എന്നാൽ പോലും അതെങ്ങനെയാണ് കൂടുതൽ എൻവയോൺമെന്റൽ കൺസേണോടുകൂടി ചെയ്യുക എന്നുള്ള, പ്രത്യേകിച്ച് പീപ്പിൾ സെന്റേർഡ് ആയിട്ടുള്ള എൻവയോൺമെന്റൽ കൺസേണിനോട് കൂട്ടുള്ള സോഷ്യലി കൺസേൺഡ് ആയിട്ടുള്ള ഒരു പദ്ധതി എങ്ങനെ ചെയ്യാം എന്നുള്ളത് പരിശോധിക്കാനായിരിക്കും ഒരു 4 അംഗ സമിതി വച്ചിരിക്കുന്നത്. അതിനകത്ത് മറ്റൊരു മനോഹരമായ കാര്യം, ഒരു ഈ പരിസ്ഥിതി രംഗത്തുള്ള ഒരാര് എന്നുള്ളതല്ല, ഒരു വ്യക്തിയെ കൂടി കൃത്യമായി അതിനകത്ത് വച്ചിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് പരിസ്ഥിതി രംഗത്ത് പറയാനുള്ള അവരുടെ കാര്യങ്ങൾ പറയാൻ പറ്റും. കാട് മുതൽ കടൽ വരെ എന്നുള്ള രീതിയിൽ പരിസ്ഥിതി രംഗത്ത് വേണ്ടി ഒരു പരിസ്ഥിതി മാനിഫെസ്റ്റോയും ഈ സഹ്യാദ്രി നാച്ചുറൽ സൊസൈറ്റിയും പരിസ്ഥിതി ഐക്യവേദിയും അങ്ങനെ ഒത്തിരി സംഘടന, വയനാട് പ്രകൃതി സംരക്ഷണ സമിതിയും ഇവരെല്ലാം കൂടി തയ്യാറാക്കിയിരുന്നു. വയനാട് തന്നെ യോഗമൊക്കെ ചേർന്ന് തയ്യാറാക്കിയിരുന്നു. ആ തയ്യാറാക്കിയ രേഖയും മുഖ്യമന്ത്രിക്ക് കൈമാറിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും പരിസ്ഥിതി രംഗത്തെ കൂടി പരിഗണിച്ചുകൊണ്ട് കാലാവസ്ഥ മാറ്റത്തെയും പരിസ്ഥിതിയും ഒക്കെ പരിഗണിക്കുന്ന വികസനമായിരിക്കും കേരളത്തിൻ്റെ അതിവേഗ പാതകളായാലും എല്ലാം ആകുന്നതെന്നാണ് നമ്മൾ കേൾക്കുന്നത്. അത് ഒരു മനോഹരമായ ഒരു തീരുമാനമാണ്. എന്തായാലും കാര്യങ്ങൾ നടക്കട്ടെ, വളരെ ഭംഗിയായി തന്നെ കാര്യങ്ങൾ വരട്ടെ. തീർച്ചയായിട്ടും വളരെ വളരെ മനോഹരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നു എന്നറിയുന്നു.
തീർച്ചയായും ഇത് വളരെ വലിയ ഒരു സാധ്യത നമ്മൾ കാണണം. പക്ഷേ നീ പറഞ്ഞതുപോലെ ജനങ്ങളെ ആകെ കുടിയൊഴിപ്പിക്കുന്ന, ഇതിനിടയിൽ കേരയിൽ വിരുദ്ധ സമിതി ഇതിലും അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ റിപ്പോർട്ട് പുറത്തു വരട്ടെ, ബഹുജന ചർച്ചയ്ക്ക് വരണം, അതിൽ ജനങ്ങളെയും കൂടി വിശ്വാസത്തിലെടുക്കുന്നത്. ഇപ്പോൾ നേരത്തെ ദേശീയപാതയ്ക്ക് സ്ഥലമെടുക്കുമ്പോൾ ആളുകൾക്ക് വലിയ എതിർപ്പായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ ദേശീയപാതയ്ക്ക് ഞാൻ എൻ്റെ സ്ഥലവും കൂടെ തരാമെന്നാണ് പറയുന്നത്. കാരണം മാർക്കറ്റ് വിലയേക്കാൾ 4 ഇരട്ടി വിലയാണ് കിട്ടുന്നത്. അപ്പോൾ വലിയ തുക കൊടുത്താൽ പഴയ വസ്തുക്കൾക്കെല്ലാം വലിയ തുക കിട്ടും. അതുകൊണ്ട് ഇപ്പോൾ നാഷണൽ ഹൈവേക്ക് ആളുകൾക്ക് വസ്തു കൊടുക്കുന്നതിൽ ആൾക്ക് പരാതിയില്ല. ആളുകൾ വിട്ടുകൊടുക്കുകയാണ്. അവർ എത്ര വലിയ കെട്ടിടവും എത്ര വലിയ നൊസ്റ്റാൾജിയുള്ള സ്ഥലവും ഒക്കെ ഒഴിഞ്ഞു പോകാൻ ജനങ്ങൾ തയ്യാറാണ്. അതുപോലെ വലിയ പാക്കേജ് കൊടുത്താൽ ഒരുപക്ഷെ ജനങ്ങൾ സ്ഥലം കൊടുക്കും. കൊടുക്കുന്ന സ്ഥലത്തെ കൃത്യമായി പ്രയോജനപ്പെടുത്തി അത് വന്നതിന് ശേഷം തിരിച്ചും കൃഷിക്കും മറ്റാവശ്യങ്ങൾക്കുമെല്ലാം പ്രയോജനപ്പെടുത്താമെന്നൊക്കെ പറയുന്ന ഒരു പോളിസിയാണ് ഇപ്പോൾ കേൾക്കുന്നത്. നമുക്കിതിൻ്റെ മൊത്തം രേഖ കണ്ടിട്ടില്ല. എങ്കിൽ പോലും ഒരു പരിസ്ഥിതി സൗഹൃദമായിരിക്കും അതിവേഗ ട്രെയിൻ എന്നുള്ള ഒരു കാഴ്ചപ്പാട് ഇപ്പോൾ വരുന്നു. ഇൻ പ്രിൻസിപ്പിളിൽ നമുക്കത് അംഗീകരിച്ചുകൊണ്ട് നമുക്കത് കണ്ടുകൊണ്ട് മുന്നോട്ട് പോകാം. പക്ഷെ വരുന്ന ദിവസങ്ങളിൽ ഇപ്പോൾ ഒരു 4 അംഗത്തുള്ള കമ്മിറ്റി വെച്ചിട്ടുണ്ട്. അവർ റിപ്പോർട്ട് പരിശോധിക്കണം. അതിൽ എൻവയോൺമെന്റൽ കൺസേൺ കാര്യങ്ങൾ പറയണം, സോഷ്യൽ കൺസേൺ പറയണം. സോഷ്യൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് വളരെ പ്രധാനപ്പെട്ടതാണ്, എൻവയോൺമെന്റൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റും പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ വെച്ചുകൊണ്ടുള്ള ഒരു അതിവേഗ പാത അല്ലെങ്കിൽ അതിവേഗ ട്രെയിൻ കേരളത്തിൽ വരുമെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. പ്രത്യേകിച്ച് ബുള്ളറ്റ് ട്രെയിനും ഹൈഡ്രജൻ ട്രെയിനുമൊക്കെ രാജ്യം കണ്ടുപിടിക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ അതിൽ നിന്ന് വിട്ടുപോകാതിരിക്കാൻ നമുക്കും വലിയ പാതകൾ ആവശ്യമുണ്ട്. വന്ദേ ഭാരത് ഇപ്പോൾ വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ബുള്ളറ്റ് ട്രെയിനും ഹൈഡ്രജൻ ട്രെയിനും ഒക്കെ രാജ്യത്ത് പലയിടത്ത് വരുമ്പോൾ നമ്മുടെ രാജ്യത്തും നമ്മുടെ സംസ്ഥാനത്തും അതൊക്കെ വേണം. പക്ഷേ ഞാൻ ഈ പറഞ്ഞ പോലെ നമുക്ക് ചെറിയ ഒരു സെൻസിറ്റീവായിട്ടുള്ള ഒരു ഭൂശാസ്ത്ര പ്രദേശമാണ്. ലാൻഡ് ഇവിടെ വലിയ ഒരു ക്യാപിറ്റലാണ്. ലാൻഡാണ് ആളുകളുടെ ഒരു പ്രധാനപ്പെട്ട മൂലധനം. അത് വളരെ സെൻസിറ്റീവാണ് കേരളത്തിലെ ലാൻഡ്. അതുപോലെ തന്നെ 44 നദികളുണ്ട്. എല്ലാ നദികളും കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ടാണ് പോകുന്നത്. അതിനെ ക്രോസ് ചെയ്തുകൊണ്ട് തെക്ക് നിന്ന് വടക്കോട്ടാണ് ഈ എല്ലാ റോഡുകളും പാലങ്ങളും ഈ റെയിൽവേ എല്ലാം വരാൻ പോണ അങ്ങനെയാണ്. കാര്യം ഇത് ഒരുപാട് നദികളെ ക്രോസ് ചെയ്യും. അതുപോലെ തന്നെ നദികളെ കൂടുതൽ ക്രോസ് ചെയ്യും. നദികളെ ക്രോസ് ചെയ്യും. ഇത് കൊട്ടാരക്കര വഴിയൊക്കെയാണ് പോകുന്നതെന്ന് പറയുന്നത്. ഏത് വഴി പോയാലും കുറേ നദികളെ ക്രോസ് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ തോടുകളെ ക്രോസ് ചെയ്യും, റോഡുകൾ കട്ട് ചെയ്യേണ്ടി വരും, ഒരുപാട് കൺസ്ട്രക്ഷൻ നടക്കും. ആ കൺസ്ട്രക്ഷനിലൊക്കെ ഫ്ലഡ് ഉണ്ടാക്കുമോ, മണ്ണിടിച്ചിലുണ്ടാക്കുമോ, എന്തൊക്കെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കും, എവിടെയൊക്കെയാണ് ഇതിൻ്റെ പ്രശ്നങ്ങൾ എന്നൊക്കെയുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ടുള്ള ഒരു പാതയായിരിക്കും എന്ന് നമ്മൾ അറിയുന്നു. അങ്ങനെയാണെങ്കിൽ അത് പാരിസ്ഥിതികമായി പരുക്ക് കുറയുന്ന കൂടുതൽ പരിസ്ഥിതി സൗഹൃദമാകുന്ന ഒരു കൺസെപ്റ്റ് ആണെങ്കിൽ അതിന് ഒരുപക്ഷെ കേരള സമൂഹം ഏറ്റെടുക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ ഇപ്പോൾ അതിൻ്റെ വരുംവരായികൾ നമുക്കറിയില്ല. അതുകൊണ്ട് സമ്പൂർണ്ണമായി റിപ്പോർട്ടൊക്കെ പുറത്തു വരുന്നത് വരെ നമുക്ക് ഇപ്പോഴുള്ളത് വച്ചുകൊണ്ട് ഉള്ള കാര്യങ്ങളെ പറയാൻ കഴിയുള്ളൂ. ഇനിയും ബാക്കിയുള്ള വിഷയങ്ങൾ കൂടി പുറത്ത് വരട്ടെ. വരുമ്പോൾ സ്വാഭാവികമായിട്ട് എനിക്ക് തോന്നുന്നു DPR അടക്കം അല്ലെങ്കിൽ ഇതിൻ്റെ കൺസെപ്റ്റ് നോട്ട് അടക്കം പുറത്തു വിടാൻ സാധ്യതയുണ്ട് ഗവൺമെൻറ്. ജനകീയ ചർച്ചയ്ക്ക് ചിലപ്പോൾ സാധ്യത കാണുന്നു. ആക്ടിവിസ്റ്റുകളുമായും പരിസ്ഥിതി പ്രവർത്തകരുമായിട്ടൊക്കെ ഒരുപക്ഷെ ചർച്ച ചെയ്തേക്കാം, അവരുടെ ആശങ്കകൾ പരിഹരിച്ചേക്കാം. അങ്ങനെയാണെങ്കിൽ അതൊരു പുതിയ തുടക്കമാണ്. ഞാൻ റെയിൽവേയുടെ തുടക്കമല്ല ഇവിടെ പറയുന്നത്. കേരളത്തിൽ വരുന്ന വൻകിട പദ്ധതികളുടെ പാരിസ്ഥിതികമായ കൺസേൺ പരിഗണിക്കുന്നു എന്നുള്ളതാണ് ഈ ഗവൺമെൻറ്റിൻ്റെ മേന്മയായി, VD സതീശൻ്റെ മേന്മയായി കാണുന്നത്. അപ്പോൾ ഹരിത MLA എന്ന് മുമ്പ് പുള്ളി പറഞ്ഞിരുന്നുവെങ്കിലും അത് തത്വത്തിൽ അംഗീകരിച്ച് നടപ്പിലാക്കുന്നു എന്നുള്ളത് ഒരു വലിയ കാര്യം തന്നെയാണ്.